ജയരാജൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ്? കഴിഞ്ഞ കുറച്ച് സിനിമകൾ ദേശാടനവും പൈതൃകവും ഒക്കെ ഒരു ഹിന്ദു ചായവുള്ള സംവിധായകനാണ് എന്നാണ് എന്നെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. പക്ഷേ ഇപ്പോൾ ഫോർ ദ പീപ്പിൾ അല്ലെങ്കിൽ ഈ സിനിമ ദൈവനാമത്തിൽ ശരിക്കും പറഞ്ഞാൽ അതാത് കാലത്തെ എന്താണ് അനീതികളോട് പ്രതികരിക്കുന്ന ഒരു മനസ്സെന്ന് മാത്രമേ എൻ്റെ, അല്ലെങ്കിൽ അന്ന് ആ സിനിമയിൽ ഏതാണ് ശരി, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അനുയോജ്യമായ രാഷ്ട്രീയ അന്തരീക്ഷം ഏത്. എനിക്കൊരു പാർട്ടിയോടും ചായവില്ല, ഒരു മതത്തിനോടും എനിക്ക് താല്പര്യമില്ല. ഈ സിനിമയിൽ കമ്മ്യൂണിസത്തിൻ്റെയും പരാജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ചെങ്ങറ സമരം എന്നുള്ളത് അതൊരു പ്രതീകമായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ, ചെങ്ങറ എന്ന് പറയുന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എന്നും പരാജയപ്പെടുന്ന അല്ല എന്നും തോറ്റുകൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ഭൂപരിഷ്കരണം കൊണ്ടുവന്ന അതേ ഗവൺമെൻറ് തന്നെ ഭൂമിക്ക് വേണ്ടിയുള്ള ഈ സമരം കണ്ടില്ലെന്ന് നടിക്കുന്നു. അപ്പം ഇവരാരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ സത്യസന്ധമായ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. ഇപ്പോൾ ഞാൻ ആദിവാസി മേഖലകളിൽ പലപ്പോഴും ഷൂട്ടിങ്ങിനായിട്ട് പോയ സമയത്ത് കണ്ടിട്ടുള്ള മാറ്റം, ചിലപ്പോൾ ഒരു വീട് ഓടിയിട്ടുണ്ടാവും, അല്ലാതെ അവർക്കൊന്നും ഒരിക്കലും ഒരു മാറ്റവും അല്ല ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒന്നിനും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അവരെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച ആൾക്കാർ അവരെ തന്നെ അവർക്കെതിരെ നിൽക്കുമ്പോൾ അവർ ഭയന്നിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇതിന് ആരാണ് ഉത്തരവാദി? അതാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ 80കളിലും ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരാൾ ഇന്ന് ജീവിക്കുമ്പോൾ അയാൾ റിയലൈസ് ചെയ്യുകയാണ് അതേ ജനത ഇപ്പോഴും അതേ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് അന്ന് ജന്മിമാരാണെങ്കിൽ ഇന്ന് ഭരണകർത്താക്കളാണ് അതിന് കാരണക്കാരെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അനീതികളോട് റിയാക്ട് ചെയ്യുന്നൊരു മനസ്സ് സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. എൻ്റെ സിനിമയിലൂടെ പറയുന്നത് മാത്രം. ഭരതൻ സാറിൻ്റെ സ്കൂൾ ഓഫ് ഡയറക്ഷൻ എന്നല്ലേ ജയരാജിൻ്റെ ആദ്യത്തെ സിനിമയിലോട്ട് ഡയറക്ഷൻ വരാൻ കാരണം? ഭരതൻ സാറിനോട് ഒരു പ്രത്യേകിച്ചൊരു അട്രാക്ഷൻ തോന്നാനുള്ള കാരണം? ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ സിനിമകളിൽ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻ്റൽ സിനിമകൾ എടുത്ത ആൾ ഭരതൻ തന്നെയാണ്. ആൾക്കാർ അഭിനയിക്കുന്ന കാര്യത്തിലും എനിക്ക് പോലും പിന്നീട് കിട്ടിയ ധൈര്യം ഭരതേട്ടൻ്റെ ധൈര്യം തന്നെയാണ്. കാരണം ഈ എന്ത് പുതുമയും അന്ന് മലയാളികളൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും അത്ഭുതത്തോടു കൂടിയാണ് അങ്ങനത്തെ കുറേ സിനിമകൾ, തകര, ചാട്ട, പ്രയാണം പോലുള്ള സിനിമകളൊക്കെ പെട്ടെന്ന് കണ്ട് മലയാള സിനിമയുടെ നെഞ്ച് കീറി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനൊരു ഫിലിം മേക്കർ അവരുടെ കൂടെ പഠിച്ചാൽ എന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ പിന്നീട് അറിയുന്നൊരു സത്യം, ഭരതേട്ടൻ്റെ ശരിക്കും ഒരു വ്യക്തിയല്ല, ഒരു ഗുരുകുലം തന്നെയാണ്. കാരണം അവിടെ സംഗീതം പഠിക്കാം, ചിത്രം നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും, പിന്നെ വിഷ്വൽ ബ്യൂട്ടി. അപ്പോൾ രാവിലെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അല്ല രാത്രിയുടെ ഒരുപാട് ലേറ്റ് നൈറ്റ് വരെ തന്നെ ഈ സിനിമാ ചർച്ചയല്ലാതെ വേറെ ഒന്നിനും സ്ഥാനമില്ല. പിന്നെ പിരിയുമ്പം പാട്ട് ഓഫ് കോഴ്സ് ഭരതേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ഒബ്സഷനാണ് പാട്ട്. അതുകൊണ്ട് പാട്ടിങ്ങനെ വരും. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള യാതൊരു ടേസ്റ്റും സംഗീതത്തിലും ഇല്ലായിരുന്നു. ആസ്വാദകനാണെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഭരതേട്ടനിലൂടെയാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ തോന്നലുകളും ഉണ്ടാകുന്നത്. ഒരു ഷോട്ട് ഓക്കെ എന്ന് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ മുഖത്ത് നോക്കും. അത്രയും കോൺഫിഡൻസ് ആയിരുന്നു ഞങ്ങൾ അസിസ്റ്റൻസിനോടും. അവിടുന്ന് സംവിധായക വിദ്യ തുടങ്ങിയത് വിദ്യാരംഭത്തിലാണ്. വിദ്യാരംഭം അതൊരു ഭാഗ്യം കൊണ്ട് കിട്ടിയൊരു പേരുമായി വിദ്യാരംഭം. അന്ന് നമുക്ക് ഒരു സിനിമയുടെ വരവെന്ന് പറയുന്നത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് വരുന്ന നിർമ്മാതാക്കളുടെയൊക്കെ ഒരു സമീപനം കൺവെൻഷണൽ മെയിൻ സ്ട്രീം സിനിമയുടെ ചില ഫോർമാറ്റായിരിക്കും. ശ്രീനിവാസൻ്റെ കൂടെ ഒരു പടം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ശ്രീനിവാസൻ്റെ അടുത്തുനിന്ന് ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചു ചെന്നപ്പോഴാണ് ശ്രീനിവാസൻ ഇങ്ങോട്ടൊരു ഓഫർ വന്നത്. ശ്രീനിവാസൻ്റെ വടക്ക് നോക്കി യന്ത്രം വർക്ക് ചെയ്യാനുള്ളൊരു ഓഫർ തരുന്നു. അങ്ങനെ അതിനുശേഷം ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റിലായിരുന്നു എനിക്കൊരു നിർമ്മാതാവിനെ ഒക്കെ ഉണ്ടാക്കി തന്നത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ എനിക്ക് തോന്നുന്നത് നമ്മളെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഒരു പൊസിഷനിൽ എത്തിക്കാനുള്ളൊരു ശ്രമം അദ്ദേഹത്തിനുണ്ട്. നമ്മളെ ഒരു തിരക്കഥ എഴുത്തര് മാത്രമല്ല, ഒരു നിർമ്മാതാവിനെ കറക്റ്റായിട്ട് KT കുഞ്ഞുവാനാണ് എനിക്ക് ആദ്യം അഡ്വാൻസ് തരുന്നത് നിർമ്മാതാവ്. അതും ശ്രീനിവാസൻ തന്നെ ഏർപ്പാട് ചെയ്തു തന്നു. പിന്നെ വിജയകുമാർ, 7 Arts വിജയകുമാറിലേക്ക് വരുമ്പോഴൊക്കെ ശ്രീനിവാസൻ്റെ ഇൻവോൾവ്മെൻ്റാണ്. ഇങ്ങനെയൊക്കെ ആയാലും ഈ സൂപ്പർ സ്റ്റാർസിനെ വെച്ചുള്ള സിനിമ ചെയ്യാതെ തന്നെ സക്സസ്ഫുൾ ആയ ഒരു ഡയറക്ടറാണല്ലോ ജയരാജ്. എൻ്റെ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമകൾ മുഴുവൻ പുതുമുഖങ്ങളെ വെച്ച സിനിമകളാണ്. അതായത് ഏറ്റവും കൂടുതൽ ഹിറ്റ് എന്ന് പറയുന്നത് ദേശാടനമാണ് എൻ്റെ ഏറ്റവും വലിയ ഹിറ്റ്. പിന്നീട് ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയുന്നത് ഫോർ ദി പീപ്പിൾ. ഇപ്പോഴീ ഞാൻ ആഗ്രഹിക്കുന്ന ഹിറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഗുൽമോഹറിലൂടെ ആയിരിക്കും. അതും ഒരു പുതുമുഖമാണ്. ജയരാജ് 2 എക്സ്ട്രീംസിലെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കളിയാട്ടം, ദേശാടനം, കുടുംബസമേതം, അങ്ങനെയുള്ള പിന്നെ അതിന് സോപാനം, പൈതൃകം, ഇങ്ങനത്തെ സിനിമകൾ ചെയ്തതിന് ഒപ്പം തന്നെ മില്ലീനിയം സ്റ്റാർസ്, ഹൈവേ, അറേബ്യ, ജോണി വോക്കർ, ഇങ്ങനെയുള്ള ഈ 2 എക്സ്ട്രീം സിനിമകൾ ചെയ്യാനായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിക്സിനെ എപ്പോഴും ഷോക്ക്ഡ് ആക്കിയിട്ടുണ്ട്, ജനങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്.
ഒന്ന് നമ്മുടെ ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംസ്കാരത്തിൽ ഊന്നിയുള്ള സിനിമകളും അല്ലെങ്കിൽ കുറച്ച് പരീക്ഷണം ഉള്ള സിനിമകളും, മറ്റേത് മെയിൻ സ്ട്രീം ഫോർമുല സിനിമകളും എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതിനാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായ ഏറ്റവും വലിയ പരീക്ഷണം രണ്ടിൻ്റെയും മിഡിലിൽ നിന്ന് ചെയ്യുന്ന സിനിമകളുണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ ഫോർമുലയുടെ ഒരു പകുതി ഉണ്ടാവും, പാട്ടുകളൊക്കെ ഉണ്ടാവും, ഇമോഷൻസൊക്കെ കുറച്ച് ഓർഡർ ചെയ്യും, എന്നാൽ പൂർണ്ണമായും കൊമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം അല്ല, ആർട്ടിസ്റ്റിക് വാല്യൂസ് അതിനകത്തുണ്ട്. അങ്ങനെ ഒരു എന്താണ് മധ്യവർത്തി സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയിരുന്നത് അതല്ല ശരിയായിട്ടുള്ള വഴി. ഒന്നെങ്കിൽ എക്സ്ട്രീമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ടുള്ള സിനിമ, ഇപ്പോൾ കരുണവും ശാന്തവും അങ്ങനെയുള്ള സിനിമകളൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത, അത്ഭുതമൊക്കെ അങ്ങനത്തെ സിനിമകളാണ് ചെയ്യുന്നത്. അപ്പം അതൊരു 1% പോലും കൊമേഴ്ഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത നമ്മളുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള സിനിമകൾ തന്നെയാണ്. മറ്റേതിൽ നമ്മൾ പൂർണ്ണമായും ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്ത്, അത് ഫോർമുല തന്നെ, അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അല്ല നമ്മൾ അത് ആ തരത്തിലുള്ള സിനിമകളാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ 5 പേരിൽ എത്ര? ഏറ്റവും മൂത്ത്. പിന്നെ ഇളയ 3 ബ്രദേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 2 പെൺകുട്ടികളും ബാക്കിയുള്ളവരും ആൺകുട്ടികൾ. ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? പൈതൃകം ഭയങ്കര ഇഷ്ടമായി. പൈതൃകം ദേശം. അപ്പോൾ ഗുൽമോഹർ ഭയങ്കര ഇഷ്ടമായി.